അപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ഫ്രം വേർഡ്സ് ടു ഡീഡ്സ് എന്നുള്ള ഭാഗത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത്. 6ാമത്തെ പേജിലാണ് ഇതുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് എടുത്ത് വെക്കണം. ഇത് കേൾക്കുമ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഇതിൽ ഞാൻ പറയുമ്പോൾ വായിക്കുക കേട്ടോ. ഇനി ഏതെങ്കിലും വിധത്തിലൊക്കെ ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് എന്താണ്, ഫോട്ടോസ്കോപ്പി കിട്ടിയവരെടുക്കുന്നത് വായിച്ചിട്ട് ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് പാരഗ്രാഫ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ റീഡ്. Here you may be delegates of your governments, business people, organizers, reporters or politicians. But really you are mothers and fathers, brothers and sisters, aunts and uncles, and all of you are somebody's child. സോ ഹിയർ ഷീ ടോക്ക് അബൌട്ട് സാവൺ സുസുക്കി. മറന്നു പോകരുത്, നമ്മുടെ ആരാണ് ഇതിൻ്റെ സ്പീക്കർ? സാവൺ സുസുക്കി. ഹു ഇസ് ദ സ്പീക്കർ ഇൻ ദ ഹു ഇസ് ദ സ്പീക്കർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ്, വി ഹാവ് എൻ ആൻസർ. ആരാണ് സ്പീക്കർ? സാവൺ സുസുക്കി. സോ ഹിയർ യു മേ ബി ഡെലിഗേറ്റ്സ് ഓഫ് യുവർ ഗവൺമെൻറ്. മീൻസ് എന്താണ്, യു ഹാവ് ദ ഡെലിഗേറ്റ്സ് ഓർ യു ഹാവ് ടു പ്രൊമോട്ട് എ ഗവൺമെൻറ്, യു ഹാവ് ടു പബ്ലിക് എ ഗവൺമെൻറ്. നമ്മൾ പബ്ലിക്കിലേക്ക് എത്തുന്നത്, ഒരു ഗവൺമെൻറ്റിനെ എത്തിക്കുന്നത് നമ്മളാണ്. സോ ആൻഡ് വി ഹാവ് ദ പേഴ്സൺ ഇൻക്ലൂഡിങ് എ ഗവൺമെൻറ്, വി ഹാവ് ദ പീപ്പിൾ ഇൻക്ലൂഡിങ് എ ഗവൺമെൻറ്. സോ നമ്മൾ ഓരോരുത്തരും എന്താണ്, ഗവൺമെൻറ്റിൽ മീൻസ് ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ആൻഡ് വി ഹാവ് ഓൾസോ എ ബിസിനസ് പീപ്പിൾ. നമ്മളെന്താണ്, ബിസിനസ് പീപ്പിളാണ്. പല ബിസിനസ് കാര്യങ്ങളും നമ്മളെ ലൈഫിൽ നമ്മൾ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും. ഇനി ബിസിനസ് സോ മെനി പേഴ്സൺസ് ആർ വർക്കിംഗ് ഇൻ ദ ബിസിനസ് ഫീൽഡ്. ഒരുപാട് ആൾക്കാർ ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഴ്സാണ്. നമ്മൾ ഓരോ ഫീൽഡിൽ എത്തുമ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ വഹിക്കുന്നുണ്ട്. ഓരോ ഫീൽഡിലെ ഓർഗനൈസറായി നമ്മൾ മാറുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ദ റിപ്പോർട്ടേഴ്സ്. നമ്മൾ റിപ്പോർട്ടേഴ്സാണ്. ആൻഡ് പൊളിറ്റീഷ്യൻ ഓൾസോ. But really you are mothers and father. So we have the people in the government, business people, organizers, reporters or politician. ഓരോ വ്യക്തികളും എന്താണ്, ഈ ഓരോ ഫീൽഡിലും ഉൾപ്പെടുന്നവരാണെങ്കിലും ബേസിക്കലി വി ആർ ദ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. നമ്മൾ ഓരോരുത്തരും എന്താണ്, നിങ്ങളിപ്പോൾ ആയിട്ടില്ല. സോ ഓരോരുത്തരും എന്താണ്, ഫ്യൂച്ചറിലാവും മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. അമ്മമാരും അച്ഛന്മാരും ആവും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്താണ്, ഓരോരുത്തരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. സഹോദരനും സഹോദരികളുമാണ്. ഓൺസ് ആൻഡ് അങ്കിൾസ്, ആൻറ്റിയും അല്ലെങ്കിൽ എന്താണ്, അമ്മായിയും അമ്മാവന്മാരുമാണ്. ആൻഡ് ഓൾ ഓഫ് യു ആർ സംബഡീസ് ചൈൽഡ്. അതിനൊക്കെ പുറമെ എന്താണ്, വി ആർ സംബഡീസ് ചൈൽഡ്. നമ്മൾ ആരുടെയൊക്കെയോ മക്കളാണ്. ആരുടെയൊക്കെയോ മകനോ മകളോ കുട്ടിയോ ആണ് നമ്മൾ. അതാണ് ആ ഒരു പാരഗ്രാഫിൽ സാവൺ സുസുക്കി പറയുന്നത്, നമ്മളോട് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുകയാണ്. I am only a child, yet I know we are all part of a family 5 billion strong. In fact, 30 million species strong, and we all share the same air, water, soil, borders and governments will never change that. I am only a child, yet I know we are all in this together and should act as one single world towards one single God. I am only a child, yet I know if all the money spent on war was spent on ending poverty and finding environmental answers, what a wonderful place this earth would be. സോ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്, ഐ ആം ഓൺലി എ ചൈൽഡ് യെറ്റ് ഐ നോ വി ആർ ഓൾ പാർട്ട് ഓഫ് എ ഫാമിലി 5 billion strong. In fact, 30 million species strong, and we all share the same air, water and soil, borders and governments will never change that. എന്താ അതിൽ പറയുന്നത്? ഐ ആം ഓൺലി എ ചൈൽഡ്. ഞാൻ എന്താണ്? ഐ ആം ഓൺലി എ ചൈൽഡ്. ഐ ആം 12-year-old ചൈൽഡ്. യെറ്റ് വി ആർ ഓൾ പാർട്ട് ഓഫ് എ ഫാമിലി. നമ്മൾ ഓരോരുത്തരും എന്താണ്, വി ആർ ദ പാർട്ട് ഓഫ് എ ഫാമിലി. ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. 5 billion സ്ട്രോങ്. എന്താണ് 5 billion സ്ട്രോങ് എന്ന് പറയുന്നത്? 5 billion സ്ട്രോങ് എന്ന് പറയുന്നത് അത്രയും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ഫാമിലി മീൻസ് എന്താണ്, ടുഗദർനെസ് ഈസ് ദ വെരി പവർഫുൾ വെപ്പൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണ് നമ്മൾ ഏറ്റവും പവർഫുള്ളായൊരു വെപ്പൺ. ഇൻഫാക്റ്റ് 30 million സ്പീഷീസ് സ്ട്രോങ്. ആൻഡ് എന്താണ്, അങ്ങനെ നമ്മൾ ഓരോ ഫാമിലി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ സ്പീഷീസ്, നമ്മുടെ എന്താണ്, നാം ഉൾപ്പെടുന്ന ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ആ ഒരു സ്പീഷീസ്
കൂടെ നിൽക്കുകയാണെങ്കിൽ എന്താണ്, ഓരോ മീൻസ് വി ഓൾ ഷെയർ ദ സെയിം എയർ. നമ്മളെല്ലാവരും ഒരേ, ഇപ്പോൾ എയർ എന്ന് പറയുന്നത് ഇവിടെ വായു എന്നല്ല, വി ആർ ഓൾ സ്ട്രോങ് ആൻഡ് വി ഓൾ ഷെയർ ദ സെയിം എയർ. എന്താണ്, നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന വായു മീൻസ് എന്താണ്, അവർ എല്ലാവരും വി ഓൾ ഷെയർ ദ സെയിം എയർ. നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന വായു എന്താണ്, സെയിം ആണ്. വാട്ടർ സെയിം ആണ്, സോയിൽ സെയിം ആണ്. വി ആർ ഓൾ ഷെയർ ദ സെയിം എയർ, വാട്ടർ ആൻഡ് സോയിൽ. ഒരു മണ്ണ് നമ്മൾ ഷെയർ ചെയ്യുന്ന, നമ്മൾ പങ്കിടുന്ന മണ്ണും നമ്മൾ പങ്കിടുന്ന വെള്ളവും നമ്മൾ പങ്കിടുന്ന വായുവും ഒന്നാണ്. ബോർഡേഴ്സ് ആൻഡ് ഗവൺമെൻറ്റ്സ്. ബോർഡേഴ്സ് മീൻസ് എന്താണ്, ഇതിപ്പോൾ കനേഡിയൻ സ്പീക്കറാണ്. പക്ഷേ എന്താണ്, നമ്മളെ ബോർഡേഴ്സ് ആൻഡ് ഗവൺമെൻറ്റ്സ് വിൽ നെവർ ചേഞ്ച് ദാറ്റ്. മീൻസ് എന്താണ്, ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും എവിടെ ജീവിക്കുകയാണെങ്കിലും ഈ ഒരു 3 കാര്യങ്ങൾ, എയർ, വാട്ടർ, സോയിൽ അല്ലേ, നമുക്ക് ചുറ്റും നമ്മളെ ബന്ധിപ്പിക്കുന്ന ഈ 3 കാര്യങ്ങൾക്ക് ആർക്കും എന്താണ്, ഒരു തടവിടാൻ, ഒരു ബോർഡർ ഇടാൻ, ഒരു വാൾ ചെയ്യാൻ, ഒരു വാൾ ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ് സാവൻ സുസൂക്കി പറയുന്നത്. എയർ, വാട്ടർ, സോയിൽ, അത് 3 നോട്ട് ചെയ്ത് വെക്കണേ. എയർ, വാട്ടർ, സോയിൽ. ആ ബോർഡേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ആരെക്കൊണ്ടും നമ്മളെ സാധിക്കില്ല. നെവർ ചേഞ്ച് ദാറ്റ്. അതൊരിക്കലും നമ്മൾ മാറ്റാൻ പറ്റാത്ത, നോട്ട് ചേഞ്ചബിൾ എന്ന് വേണേൽ നമുക്ക് പറയാം. ഐ ആം ഓൺലി എ ചൈൽഡ്. വീണ്ടും പറയാണ്, ഐ ആം ഓൺലി എ ചൈൽഡ്. റിപ്പീറ്റഡ് ആണ് ആ ഒരു സെൻറ്റൻസ്. യെറ്റ് ഐ നോ വി ആർ ഓൾ ഇൻ ദിസ് ടുഗദർ ആൻഡ് ഷുഡ് ആക്ട് ആസ് വൺ സിംഗിൾ വേൾഡ് ടുവേർഡ്സ് വൺ സിംഗിൾ ഗോൾ. സോ ഞാൻ നേരത്തെ പറഞ്ഞത് ടുഗദർനെസ്, ആ ഒരു ടുഗദർനെസ് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താണ്, ടുഗദർനെസ് ഈസ് ദ പവർഫുൾ വെപ്പൺ ആണ്. നമുക്ക് എന്തും നേടാനുള്ള, എന്തിനേയും നേരിടാനുള്ള, ഇറ്റ്സ് എ പവർഫുൾ വെപ്പൺ. കൂട്ടായ്മ, ഒത്തൊരുമ, ടുഗദർനെസ് അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ ടുഗദർനെസ് ഇസ് എ ഗുഡ് പ്ലേസ്, അങ്ങനെയൊക്കെ കേട്ടില്ലേ. നമ്മൾ ഒരുമിച്ചുള്ള ഓരോ നിമിഷവുമാണ് നമുക്ക് ഓരോ പ്രിയപ്പെട്ടത് എന്നൊക്കെ കേട്ടിട്ടില്ലേ. സോ ആ ഒരു ടുഗദർനെസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ഐ ആം ഓൺലി എ ചൈൽഡ് യെറ്റ് ഐ നോ ഇഫ് ഓൾ ദ അതിൽ മുന്നേ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ. ഐ ആം ഓൺലി എ ചൈൽഡ് യെറ്റ് ഐ നോ വി ആർ ഓൾ ഇൻ ദിസ് ടുഗദർ ആൻഡ് വി ഷുഡ് ആക്ട് ആസ് വൺ സിംഗിൾ വേൾഡ് towards one single goal. So we have act as one single world. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു വേൾഡിൽ, ഒരു ലോകത്ത് നിന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ട് എന്തിനു വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി. മീൻസ് എന്താണ്, ഒത്തൊരുമ, ഒരു കൂട്ടായ്മയെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അത്. എല്ലാവരും സെപ്പറേറ്റഡ് അല്ല, എൻ്റെ വീട്, എൻ്റെ എയർ, എൻ്റെ വാട്ടർ, അങ്ങനെയല്ല. എന്താണ്, വി ആർ ടുഗദർ, നമ്മളൊന്നാണ്. ഇതൊക്കെ നശിച്ചു പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ്, ഈ COVID-19 അല്ലെ, കൊറോണ എന്നുള്ള വൈറസ് ഒരു ചൈനയിൽ മാത്രമല്ല, വുഹാനിൽ മാത്രമല്ല ബാധിച്ചത്. അത് ചൈന കടന്ന് നമ്മുടെ ഇന്ത്യയിലെത്തി, യൂറോപ്പിലെത്തി, ഏഷ്യയിലെത്തി, അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും അത് കീഴടക്കി കഴിഞ്ഞു. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു ലോകത്ത് വരികയാണെങ്കിൽ അത് എന്തായിക്കോട്ടെ, പ്രകൃതിക്ഷോഭമായിക്കോട്ടെ, എയർ പൊല്യൂഷൻ അല്ലേ, വാട്ടർ പൊല്യൂഷൻ അല്ലേ, എന്ത് കാര്യങ്ങളായാലും നമ്മൾ മുഴുവൻ ബാധിക്കും. നമ്മുടെ ഒരു ഭൂഖണ്ഡം മുഴുവൻ ബാധിക്കുന്നതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ കനേഡിയൻ റൈറ്ററായ സാവൻ സുസൂക്കി ഇത് പറയുന്നത്, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, ഇവിടെ നമ്മൾ വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ IHRD കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സിലബസിൽ എന്തിനാണ് ഇത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഈ ഒരു കൊറോണേൻ്റെ ഇഷ്യൂ ഒക്കെ ഭയങ്കര വാലിഡായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവിടെ നിന്ന് ടുഗദർനെസ്സിനെ കുറിച്ച് പറയണമെങ്കിൽ എന്താണ്, നമ്മൾ എന്തിനാണ് ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ ചിന്തിക്കും. സോ എന്താണ്, ഇവിടെ നിന്ന് നമ്മൾ ടുഗദറായിട്ട് നിന്നാലേ ലോകം ഒട്ടുക്കെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാണ്. ഐ ആം ഓൺലി എ ചൈൽഡ് യെറ്റ് ഐ നോ ഇഫ് ഓൾ ദ മണി സ്പെൻഡ് ഓൺ വാർ വാസ് സ്പെൻഡ് ഓൺ എൻഡിങ് പോവേർട്ടി ആൻഡ് ഫൈൻഡിങ് എൻവയോൺമെൻറ്റൽ ആൻസേഴ്സ്, വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് എർത്ത് വുഡ് ബി. സോ എന്താണ് പിന്നെ പറയുന്നത്, ഐ ആം ഓൺലി എ ചൈൽഡ് യെറ്റ് ഐ നോ ഇഫ് ഓൾ ദ മണി സ്പെൻഡ് ഓൺ വാർ. ഞാനൊരു മീൻസ് ഐ ആം ഓൺലി എ ചൈൽഡ്, ഐ ആം ഓൺലി ദ ചൈൽഡ്, ഐ സ്പെൻഡ് മണി ഓൺ വാർ. എന്താണ്, ഞാൻ മണി, ഇഫ് ഓൾ ദ മണി സ്പെൻഡ് ഓൺ വാർ വാസ് സ്പെൻഡ് ഓൺ എൻഡിങ് പോവേർട്ടി. നമ്മുടെ കിട്ടുന്ന കുറച്ച് മണി അവർ കളക്ട് ചെയ്ത് മുന്നത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു, ദേ ഹാവ് കളക്റ്റഡ് സം മണി ആൻഡ് ടേക്ക് ചാരിറ്റബിൾ
ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, ഒരുപാട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ഈ വാറിന് ശേഷമൊക്കെ എന്താണ്, ആഫ്റ്റർ ദ വാർ ദ ഹാവ് ഫേസ്ഡ് അട്ടർ പോവേർട്ടി, അങ്ങനെയുള്ള പോവേർട്ടി, ഡിസീസസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. മീൻസ് വാറിന് ശേഷം, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ലോകം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ്, മീൻസ് ആ ഒരു മഹായുദ്ധം എന്നല്ല പറയുന്ന വാറിന് ശേഷമുള്ള ഒരുപാട് കാലഘട്ടം എന്താണ്, ഒരുപാട് അട്ടർ പോവേർട്ടി ആയിരുന്നു, ദാരിദ്ര്യവും അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകളായിരുന്നു. അതിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ആവശ്യമുള്ള മണീസൊക്കെ അവർ കളക്ട് ചെയ്ത് നൽകുന്നു, കുട്ടികളായിട്ട് പോലും. അങ്ങനെയാണേ പറയുന്നത്. ഇൻ മൈ ആങ്കർ ഐ ആം നോട്ട് ബ്ലൈൻഡ് ആൻഡ് ഇൻ മൈ ഫിയർ ഐ ആം നോട്ട് എഫ്രൈഡ് ടു ടെൽ ദ വേൾഡ് ഹൗ ഐ ഫീൽ. ദെൻ ഷീ ടോക്ക് അബൌട്ട് പവർഫുൾ വേർഡ്സ്, വളരെ പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് പറയുന്നത്. ഇൻ മൈ ആങ്കർ, ആങ്കർ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദേഷ്യം അല്ലേ, ഇറ്റ് മീൻസ് ദേഷ്യം, ആങ്കർ. ഐ ആം നോട്ട് ബ്ലൈൻഡ്, ഇൻ മൈ ആങ്കർ ഐ ആം ഇൻ ദ ഫീലിംഗ് ഓഫ് ആങ്കർ ദാറ്റ് ടൈം ഐ ആം നോട്ട് ബ്ലൈൻഡ്. ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിലും ഞാൻ എന്താണ്, ഐ എം നോട്ട് എ ബ്ലൈൻഡ് പേഴ്സൺ, ഒരു ബ്ലൈൻഡ്, ഒരു എന്താണ് കാഴ്ചശക്തി ഇല്ലാത്ത ആളല്ല. ആൻഡ് ഇൻ മൈ ഫിയർ, ഫിയർ മീൻസ് ഭയം, ഐ എം നോട്ട് എഫ്രൈഡ്, എന്താണ് ഞാൻ എഫ്രൈഡ് മീൻസ് എന്താണ്, ഭയക്കാറില്ല, ഭീതിയുണ്ടെങ്കിലും ഭയക്കാറില്ല. ടു ടെൽ ദ വേൾഡ് ഐ ഫീൽ, എനിക്കതാ പറയാനുള്ളത്. എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. ഐ എം നോട്ട് ഫിയർ, ഐ എം നോട്ട് എഫ്രൈഡ്. ഇൻ മൈ ആങ്കർ, എന്താണ് ദേഷ്യപ്പെടുമ്പോൾ ഐ എം നോട്ട് ബ്ലൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊക്കെ ഒരു എക്സ്ക്യൂസ് പറയേണ്ടത്, ഞാൻ ദേഷ്യത്തിൽ ചെയ്തു പോയതാ, എനിക്ക് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാന്നൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അല്ലേ. അത് ദേഷ്യത്തിൽ ചെയ്തു പോയതാ, ഇപ്പോൾ ഒരാളെ ഉപദ്രവിക്കാനായി ദേഷ്യത്തിൽ ചെയ്തു പോയതാ അല്ലെ, എന്താണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു എന്താണ് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയാം അതെൻ്റെ ദേഷ്യം കാരണമാണ്. അങ്ങനെ ദേഷ്യം പിടിക്കുകയാണെങ്കിലും എന്താണ് വി ആർ നോട്ട് ബ്ലൈൻഡ് എന്നാണ് പറയേണ്ടത്. നമ്മൾ ഒരിക്കലും ബ്ലൈൻഡ് ആവരുത്, നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ തന്നെ അറിയണം എന്നാണ് ഈ ഒരു വേർഡ്സിൻ്റെ ഇന്നർ മീനിങ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് ഭാഗം, അപ്പോൾ നമ്മുടെ പോർഷൻ കഴിയാനുള്ള ആ ഒരു എൻഡിങ് ആണ്. വെൽ വാട്ട് യു ഡു മേക്സ് മീ ക്രൈ അറ്റ് നൈറ്റ്, യു ഗ്രോൺ അപ്പ് സേ യു ലവ് us, ഐ ചാലഞ്ച് യു, പ്ലീസ് മേക്ക് യുവർ ആക്ഷൻ റിഫ്ലക്റ്റ് യുവർ വേർഡ്സ്, താങ്ക് യു ഫോർ ലിസണിങ്. So the last ending words is very positive words. So she talk about well means endana good. What you do make me cry at night, what you do make me cry at night, എന്താ പറയുന്നത്, രാത്രികളിൽ എന്താണ് വാട്ട് യു ഡു മേക്സ് മീ ക്രൈ, നിങ്ങൾ വാട്ട് യു ഡു, നിങ്ങൾ എന്താണ് എനിക്ക് മീൻസ് മേക്സ് മീ ക്രൈ, എന്നെ കരയാൻ വേണ്ടി, രാത്രികളിൽ കരയാൻ വേണ്ടി എനിക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കരുത്. മീൻസ് എന്താണ്, ഒരു പോസിറ്റിവിറ്റി വേണം, എല്ലാത്തിനും ഒരു എന്താണ് ഗുഡ്നെസ് എല്ലാത്തിനും ഉണ്ടാവണം. യു ഗ്രോൺ അപ്പ് സേ യു ലവ് അസ്, എന്താണ് ഗ്രോൺ അപ്സ് ആയ നിങ്ങൾ മീൻസ് എന്താണ് എവറി പീപ്പിൾ ലവ് അസ്, നമ്മളെ സ്നേഹിക്കണം. സേ യു ലവ് അസ്, നമ്മളെല്ലാവരും തിരിച്ച് സ്നേഹിക്കണം. ഐ ചാലഞ്ച് യു, പ്ലീസ് മേക്ക് യുവർ ആക്ഷൻ റിഫ്ലക്റ്റ് യുവർ വേർഡ്സ്, മേക്ക് യുവർ ആക്ഷൻ റിഫ്ലക്റ്റ് യുവർ വേർഡ്സ്, എന്താണ് വാക്കുകളിലൂടെ നിങ്ങളെ ആക്ഷൻ റിഫ്ലക്റ്റഡ് ആയിരിക്കണം. സോ എന്താണ് അച്ചീവ് ദ ഗോൾ ഈസ് നിയർ ടു യു, നമ്മൾ ചെയ്യുന്ന എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു എയിം, ആ ഒരു ഗോൾ എന്നുള്ളത് നമ്മളെ തൊട്ട് പിറകെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ടു ഡു യുവർ ബെസ്റ്റ്, ടു ഡു യുവർ ഗുഡ്, ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്താണ് വി ഹാവ് ലിവ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ, അങ്ങനെയാണ് ആ ഒരു എൻഡിലേക്ക് വരുന്നത്. ദെൻ ഷീ ടോക്ക് അബൌട്ട് താങ്ക് യു ഫോർ ലിസണിങ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം. മീൻസ് ഇതിൽ നിന്ന് ഇനി വരാൻ സാധ്യതയുള്ള മീൻസ് എന്താണ് ഈ പാഠഭാഗം മീൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഈ മുഴുവൻ പാഠഭാഗം വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിനി എന്താണ് ലൈവ് ക്ലാസ് വെക്കുമ്പോൾ അതിൽ ചോദിക്കുക. 10 ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ സൈഡിൽ 10 ക്വസ്റ്റ്യൻ. ആ 10 ക്വസ്റ്റ്യനും ഞാൻ PDF നോട്ട് തരും. ആ 10 ക്വസ്റ്റ്യനും ടെക്സ്റ്റുള്ളവർ സൈഡിൽ എഴുതിയെടുക്കുക. ഇല്ലാത്തവർ നോട്ടിൽ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.